നമസ്കാരം. ഗോളം എന്ന് പറഞ്ഞ പടം ഇപ്പോൾ കണ്ടിട്ട് വന്നു. എന്താ പറയുക, എന്താണ് ഇങ്ങനെയുള്ള ഈ പടങ്ങൾക്കൊന്നും ആൾക്കാർ കയറാത്തത് എന്ന് ചോദിച്ചാൽ അതിന് മെയിനായിട്ട് ഞാൻ പറയും, ഇതിന് വേണ്ടത്ര പ്രൊമോഷൻ ചെയ്തിട്ടില്ല, ആളുകളിലോട്ട് എത്തിയിട്ടില്ല. പിന്നെ ഈ ഒരു പടം ആളുകളിലോട്ട് ഇപ്പോൾ എത്തുന്നത് മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ്. കൊള്ളാം എന്ന് പറഞ്ഞത് ആൾക്കാർ എന്നാൽ ശരി ഒന്ന് കണ്ടു നോക്കാൻ പറഞ്ഞിട്ട് പോകുമ്പോൾ തിയേറ്ററിലോട്ട് പോകുമ്പോൾ 10 പേരുണ്ടെങ്കിൽ പടം ഇടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് തിയേറ്റർ അവർ ചെയ്യുന്ന പരിപാടി അത് വേറെ. പിന്നെ അവരിനെ പറഞ്ഞിട്ടും കാര്യമില്ല. നല്ല ഒരു ത്രില്ലർ എൻ്റർടൈൻമെൻറ്റ് പടമാണ് നമ്മുടെ ഈ ഗോളം എന്ന് പറഞ്ഞ പടം. എന്താ പറയുക, നമ്മൾ ഇത്രയും കാലം കണ്ടിട്ടില്ലാത്ത എന്ന് വെച്ചാൽ ഒരു വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനൊരു ക്രൈം ത്രില്ലർ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും വെൽ പ്ലാനഡ് ആയിട്ട്, പക്ഷെ തിയേറ്ററിൽ വലിയ സക്സസ് ആകാതെ പോയതാണ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞ പടം. അതിനുശേഷം വെൽ പ്ലാനഡായ ഒരു ക്രൈം ത്രില്ലറായിട്ടാണ് ഈ ഗോളം എന്ന് പറഞ്ഞ പടം ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിലോട്ട് എത്തിയിരിക്കുന്നത്. അതിന്റെ സംവിധായകൻ, ഞാനത് നോട്ട് ചെയ്ത് വെച്ച് ഞാൻ പറയാം, സംവിധായകൻ സംജാദ്, പുതുമുഖ സംവിധായകനാണ് തോന്നുന്നു സംജാദ്. ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് എബി സാൽവിൻ തോമസ്. പുള്ളിനെ ഒരു എന്താ പറയാ, ഒരു ആറ്റ്സപ്പ് കൊടുക്കണം. ഈ ഒരു പടത്തിന്റെ സ്റ്റാർട്ടിങ് തൊട്ടുള്ള എൻഡിങ് വരെയും എൻഗേജഡായി പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള ഒരു മ്യൂസിക് കൊണ്ടുവന്നതിൽ ഒരു രക്ഷയില്ല. അതും ചവർ പോലെയല്ല, ആ ഒരു പടത്തിന് എന്താണോ ആവശ്യം അതിൽ നിന്ന് ചെയ്ത രീതിയല്ല. ഇതിൽ കാസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാവരും പുതിയ ആൾക്കാരാണ്. അതിൽ രഞ്ജിത്ത് ശങ്കർ എന്ന് പറഞ്ഞ നമ്മുടെ കാർത്തിക് ശങ്കർ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ഇൻഫ്ലുവൻസർ ഉണ്ടല്ലോ, സംവിധായകനാണ്. ഇപ്പോൾ നിലവിൽ കുറെ വെബ് സീരീസും കാര്യങ്ങളെല്ലാം എടുത്തൊരു, പിന്നെ കാർത്തിക് ശങ്കർ എല്ലാവർക്കും അത് അറിയാൻ പറ്റും. ദിലീഷ് പോത്തൻ. പിന്നെ ഇതിലുള്ളത് നമ്മുടെ സണ്ണി വെയിൻ ക്യാമിയോ ആണ്, അവസാനം കുറച്ച് നേരമുള്ളൂ. പക്ഷെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു 10-12 പേര് എല്ലാവർക്കും അവരവരുടേതായ പോർഷൻ എന്താണോ അത് കൃത്യമായിട്ട്, എന്ന് വെച്ചാൽ ഒരാൾക്ക് കയറി അറിയാം അതൊന്നുമല്ല, ഒരേ ലെവലിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു പടത്തിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ നമ്മളെ ആ ഒരു ത്രില്ലിങ്ങിൽ ഇരുത്തിയത് ആ ഒരു പടത്തിന്റെ സ്ക്രിപ്റ്റ് ആൻഡ് മേക്കിംഗ്. അതാണ് ഡയറക്ടർ ബ്രില്യൻസ് വേറെ ലെവല്. കാരണം ഈ ഒരു പടം നമുക്കറിയാം, ഇങ്ങനെയുള്ള ഒരു പടമൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു ദിവസത്തെ കഥ അല്ലെങ്കിൽ 2 ദിവസത്തെ കഥ ഇങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. ഇതെടുക്കുന്ന സമയത്ത് നമുക്ക് ആവർത്തന വിരസത തോന്നാൻ പറ്റില്ല. ആ ഒരു സമയത്ത് ഈ ഒരു പടം മികച്ച 100 മാർക്കോടെ നിൽക്കുന്ന ഒരു ഇതാണ്. ഒരു എന്താ പറയാ, നമ്മൾ പലതരത്തിലുള്ള ക്രൈം കണ്ടിട്ടുണ്ട്, പലതരത്തിലുള്ള മർഡർ, ഇതെല്ലാം കണ്ടിട്ട് അത് കേസ് അന്വേഷിച്ചിട്ട് ഒരാളുടെ വില്ലൻ എന്നുള്ള ലെവലിൽ കൊണ്ടുവരിക, അതിന്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കല്, അതിനുള്ള കാരണസഹിതം എല്ലാം കാണിക്കുന്നത് എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ എല്ലാത്തിനും ഒരു പോരായ്മ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് എന്നുള്ള ലെവലിലാണ്. എന്ന് വെച്ചാൽ ഫ്ലാഷ് ബാക്ക് അത്രയും സ്ട്രോങ് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പടത്തിന് തന്നെ അത് ബാധിക്കുന്ന പോലെ നമ്മളെ ത്രില്ലടിച്ചിരുന്നിട്ട് അവസാനം ഫ്ലാഷ് ബാക്ക് ഇതാണോ എന്നുള്ള ലെവലിൽ വരും. അങ്ങനെ എനിക്ക് തോന്നിയൊരു പടമായിരുന്നു നമ്മുടെ കൂമൻ എന്ന് പറഞ്ഞ പടം. അത് നല്ല ത്രില്ലിങ്ങിൽ പോയി അവസാനം വെച്ചിട്ട് ആ ഒരു മനുഷ്യക്കുരുതി എന്നുള്ള ലെവലിൽ വന്ന അങ്ങനെ ഒരു ചെറിയൊരു പടം മോശം എന്നല്ല, ആ ഒരു ത്രെഡ് മാത്രം ഒരു കണക്ട് ആവാത്ത പോലെ എനിക്ക് തോന്നി. അങ്ങനെയുള്ള കുറെ സിറ്റുവേഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഫ്ലാഷ് ബാക്ക് നമുക്കൊരു ഉറച്ചതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു മോശം പോലെ വരും. പക്ഷെ ഈ പടത്തിനെ അപേക്ഷിച്ചിട്ട് അതും എന്താ പറയാ, നമ്മളെ ചിന്തിക്കാത്തതിലപ്പുറമാണ് ഈ ഒരു പടത്തിന്റെ ആ ഒരു ലെവൽ കൊണ്ടുപോയി. ഞാനിത് സ്പോയിലർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അത്രയും ഒരു ക്ലീൻ ത്രില്ലറായിട്ടാണ് ഈ ഒരു പടം എടുത്തു വെച്ചിരിക്കുന്നത്. നമ്മളെ പടം കുറച്ച് പോയി ഒരു 5 മിനിറ്റ് കഴിഞ്ഞത് പിന്നെ നമ്മൾ ഉൾമുനിയിലാണ്. നമ്മൾ ഒരു പടത്തിനകത്തോട്ട് അവരുടെ ആ ഓഫീസിനകത്തോട്ട് കയറുകയാണ്. എന്ന് വെച്ചാൽ അറിയാലോ, ഒരു ഓഫീസ് ക്യാബിൻ, ആ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ അതിനകത്ത് നടക്കുന്ന ഒരു മേർഡർ, അത് നമ്മൾ ഈ എക്സിക്യൂട്ട് ചെയ്യുന്ന ലെവല്, അത് കേസ് തെളിയിക്കുന്നത് സിദ്ദിഖ് ആളുണ്ട്, ആളും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലൊരു പോലീസ് ഓഫീസറായിട്ട് വന്നിട്ടുണ്ട് ഒരാളെ, പുതുമുഖനാണ് തോന്നുന്നു, വലിയ കാര്യമില്ല. എന്നിരുന്നാൽ കൂടി പുള്ളി അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ പുള്ളിന്റെ കയ്യിലൊന്നുമല്ല പടം, ആ ക്രൂവിന്റെ കയ്യിലാണ് ആ ഒരു പടം ഉള്ളത്. അതാണ് പറഞ്ഞത്, ഒരു നല്ലൊരു ഡയറക്ടർ ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ അഭിനയമല്ല നോക്കുക, നമ്മളെ കഥ എവിടേക്കാ പോകുന്നു എന്നുള്ള ലെവലിലാണ് നമ്മൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. അതിൽ 100 മാർക്കാണ് ഈ ഒരു പടത്തിന്. അത് മ്യൂസിക് കൂടെ പിടിച്ചിട്ടുള്ള മ്യൂസിക് ഒരു രക്ഷയില്ലാത്ത തരത്തിലുള്ള മ്യൂസിക്കാണ് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത്. ആ പടത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം
ഞാനും അതാണ്, എല്ലാ പോസിറ്റീവ് റിവ്യൂകളും ഈ പടത്തിന് വരുന്നുണ്ട്. എന്തുകൊണ്ട് ഒരാള് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പടത്തിനൊക്കെ നല്ല എന്താ പറയാ, ആൾക്കാർ ഇരച്ച് പോകേണ്ട ഒരു ലെവലാണ്. ആ ലെവലിൽ പോകാത്ത കാരണം ഒന്നില്ലെങ്കിൽ ഇത് ചിലപ്പോൾ സ്റ്റാർഡും ഇല്ലാത്തതുകൊണ്ടായിരിക്കും, ആരും മെയിനായിട്ട് മുൻനിരയിൽ ആരും ഇല്ലാത്തതുകൊണ്ടായിരിക്കും, പ്രൊമോഷൻ ഇല്ലാത്തതുകൊണ്ട്. ഞാൻ പ്രൊമോഷനായിട്ട് വലുതായിട്ട് കണ്ടിട്ടില്ല ഒരു പടത്തിന്റെ. ദിലീഷ് പോത്തൻ പറഞ്ഞ ആ ഒരു ചെറിയ സ്റ്റേറ്റ്മെന്റ്, ആ ലെവലിൽ മാത്രമേ ഞാൻ ആ ഇത് കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ അറിയില്ല, റിവ്യൂ ഒക്കെ കാണുന്നിട്ട് നല്ലൊരു അഭിപ്രായം പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു പടത്തിന് പോയത്. ലിറ്റിൽ ആർട്സിലൂടെ പോലെ ഈ ഒരു പടത്തിന് പോയത്. പക്ഷെ നോക്കുന്ന സമയം ഞങ്ങളൊരു 10-20 പേര് ഈ ഒരു പടത്തിന്, ഞങ്ങൾ പോയപ്പോൾ ഒരു 5-8 പേര് ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഒരു 10-20 പേരായി. പക്ഷെ ഈ ഒരു പടത്തിന്റെ കണ്ടന്റ് അനുസരിച്ച് ഇത്ര കണ്ടാ പോരാ. പക്ഷെ ഇത് തിയേറ്ററിൽ എത്രത്തോളം ഓടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് OTT-ലൊക്കെ വന്നു കഴിഞ്ഞാൽ വേറെ ലെവലിൽ പോകും ഒരു പടം, ത്രില്ലറായിട്ട് മാറും. അപ്പോൾ ഈ ഒരു പടത്തിനെ നമ്മൾ പ്രശംസിക്കും. പക്ഷെ ബെസ്റ്റ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്, അടിപൊളിയായി. നമുക്ക് എന്താ പറയാ, നമുക്ക് കൊടുക്കുന്ന 150 രൂപയ്ക്ക് വെർത്തായിട്ടുള്ള ഒരു പടം കാണണം. ഇത് ഇങ്ങനെയുള്ള പടങ്ങൾ കാണാം. തലവന് ശേഷം നമുക്ക് ആ സസ്പെൻസ് എന്നുള്ള ലെവലിൽ വരുന്നത് ഈ ഒരു പടവും. പിന്നെ ഇപ്പൊ ഇറങ്ങുന്ന പടങ്ങളെല്ലാം, നമ്മുടെ ടർബോ ആയിക്കോട്ടെ, ഈ ഒരു തലവനായിക്കോട്ടെ, നമ്മുടെ ഈ ഒരു പടം ആയിക്കോട്ടെ, എല്ലാത്തിനും ഒരു സെക്കൻഡ് പാർട്ട് എന്നുള്ള ലെവലിൽ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് പോകുന്നതാണ് ഈ ഒരു പടത്തിന്റെ ഒരു ശൈലി എന്നുള്ളത്. ദിലീഷ് പോത്തനൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത്. അതിൽ ഓരോ അഭിനയിക്കാൻ വന്ന, ആ ക്ലീൻ ചെയ്യാൻ വന്ന ചേച്ചിക്ക് അടക്കം നല്ല റോളുണ്ട് ഇതിനകത്ത്. അതിനകത്തുള്ള സെക്യൂരിറ്റിക്ക് വരെ നല്ല റോളുണ്ട്. അതാണ് ഈ ഒരു പടത്തിന് ഒരാൾക്ക് മുകളിലേക്ക് ഒരാൾ താഴെ എന്നില്ല. അതിലെല്ലാവർക്കും ത്രൂ ഔട്ട് നല്ല വേഷങ്ങളും നല്ല രീതിയിലുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. അല്ലാതെ ചവർ കണക്കിന് നമുക്ക് ഇത് കാണിച്ച് അങ്ങനെ ഒരു പ്രശ്നം ഇതിലില്ല. അടുത്തത് എന്താണ് എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയിൽ നമ്മളെ പിടിച്ചിരുത്തുന്നതാണ് ഈ ഒരു പടത്തിന്റെ വിജയമെന്ന് ഞാൻ 100% വിശ്വസിച്ചു. അയ്യോ തീർന്നു പോയി, ഞാൻ എപ്പോഴും പറഞ്ഞുള്ളത്, അയ്യോ തീർന്നു പോയെന്ന് നമ്മൾക്ക് തോന്നിയാൽ അവിടെയാണ് ഈ പടത്തിന്റെ വിജയം എന്നുള്ളത്. ആ ഒരു പടം, ആ ഒരു വിജയം എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു തോന്നൽ ഇവിടെ ഉണ്ടായതാണ് ഈ പടത്തിന്റെ വിജയം. ആ തോന്നൽ എനിക്കുണ്ടായി. എനിക്കെന്ന് മാത്രമല്ല, ആ പടം കണ്ട എല്ലാവർക്കും ഉണ്ടായി. 20 പേരിലുണ്ടെങ്കിൽ അതിൽ കയ്യടി വരെ നമുക്ക് കേൾക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അലൻസിയർ ഇതിലൊരു പോലീസ് വേഷം ചെയ്തിട്ടുണ്ട്, പുള്ളിയും അടിപൊളിയായിട്ട് ഇതിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെ പുതുമുഖങ്ങളാണ്, പേരെടുത്തതല്ല പറയാൻ കുറെ പേരിന്റെ പേര് പറയണം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ മാക്സിമം തിയേറ്ററിൽ പോയിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. കാരണം ഈ ചിലപ്പോ ഈ നമ്മൾ പറഞ്ഞ പോലെ ആട് എന്ന് പറഞ്ഞ പടം തിയേറ്ററിൽ വൻ ഫ്ലോപ്പ് ആയിരുന്നു. അത് OTT വന്നപ്പോൾ ഹിറ്റായി, പിന്നെ അതിന്റെ 2ാം ഭാഗം ഓർത്തിയത് വലിയ ഹിറ്റായിട്ടൊക്കെ മാറി. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ വരുമ്പോൾ, ഇങ്ങനെയുള്ള ഒരു ത്രില്ലറൊക്കെ വരുന്ന സമയത്ത് തിയേറ്ററിൽ ആരും പോകില്ല. OTT വന്ന് ഹിറ്റാ, ചിലപ്പോൾ അതിന്റെ 2ാം ഭാഗത്ത് ഇറക്കും, അങ്ങനെയൊക്കെ പോകും. അപ്പോൾ ദയവ് ചെയ്ത് ഇത് നമ്മൾ തിയേറ്ററിലൊക്കെ പോയി വാച്ച് ചെയ്യാൻ നിൽക്കുക. അല്ല, ഇപ്പൊ കുറെ പേര് ഇറങ്ങിയിട്ടുണ്ട് റിവ്യൂ പറഞ്ഞുകൊണ്ടാണ് പടം മോശമാണെന്നുള്ളത്. റിവ്യൂ നല്ലതാണ് പറഞ്ഞത്, എന്തുകൊണ്ടാണ് പിന്നെ ആൾക്കാർ കയറുന്നില്ല എന്നുള്ള കാര്യം ഇവർ ചിന്തിക്കണമില്ല. പ്രൊമോഷന്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഉണ്ടാവും ഇതിന്. ഇനി അങ്ങനെ ചിലപ്പോൾ കയറി വന്നാൽ കയറും, പക്ഷെ എത്രത്തോളം ഇത് ആളുകളിലോട്ട് എത്തുന്നു പോലും അറിയില്ല. അപ്പൊ അതുകൊണ്ട് അടിപൊളി പടമാണ്. ഞാൻ പറഞ്ഞല്ലോ, 5-ൽ 5 കൊടുക്കുന്ന പടമാണ്. നമുക്ക് ആ 150 രൂപയ്ക്ക് നമ്മൾക്ക് നീതി പുലർത്തിയ, എല്ലാം കൊണ്ടൊരു നീതി പുലർത്തിയ ഒരു പടമാണ്. എന്തായാലും നല്ലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു.